അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറിവിൻ തീരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത് അല ഫാത്തിമയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ്. എല്ലാ ദിവസവും തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവിധ ബുദ്ധിയും കഴിവും എല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകട്ടെ. പരിശുദ്ധ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറൊക്കെ ആകാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങൾ. ഇന്നത്തെ രാത്രി 25-ാം രാവാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധ്യത പറഞ്ഞതിൽ വലിയ സാധ്യതയുള്ള ഒരു രാത്രി കൂടിയാണ്. നമ്മൾ ലൈലത്തുൽ ഖദർ, ആ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അതായത് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. വിശുദ്ധ ഖുർആൻ പറയുന്നത് 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു. ഒരു നന്മയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല 70 മുതൽ 700, 70,000 ഇങ്ങനെ ഒരുപാട് ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു രാത്രി കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ അമലുകൾക്ക് എങ്ങനെയാണ് പോരിശ നൽകുന്നത് എന്ന് വെച്ചാൽ, ആ ചെയ്യുന്ന ആളുടെ ഓരോ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ത്യാഗവും അദ്ദേഹത്തിന്റെ അതിന് എടുക്കുന്ന എഫോർട്ട്, അതിന്റെ ആത്മാർത്ഥത, അതിന്റെ ഭംഗി, അതിന്റെ വൃത്തി, അതിന്റെ പൂർണ്ണത, ഇതെല്ലാം എടുത്തുകൊണ്ടാണ് അതിന്റെ അമലുകളുടെ പ്രതിഫലത്തിന്റെ മടങ്ങുകൾ അല്ലാഹു സുബ്ഹാനഹു തആല കണക്കൂട്ടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, ആ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അതിന്റെ സുന്നത്തുകളും ഷർത്തുകളും ഫർളുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നമ്മൾ അത് നിർവഹിക്കുമ്പോൾ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, ആ പൂർണ്ണതയിൽ നമുക്ക് 70,000 വരെ നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. അങ്ങനെ ഏത് സൽക്കർമ്മങ്ങൾക്കും അതിന്റെ 10 മടങ്ങ് എന്നല്ല 70,000 വരെ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ഒരു രാത്രി കൂടിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ രാത്രിയിൽ മാക്സിമം അമലുകൾ വർദ്ധിപ്പിക്കുക. മാത്രമല്ല, ദുആന് വലിയ പ്രാധാന്യമുണ്ട്. ദുആയ്ക്ക് വളരെയധികം ഉത്തരം കിട്ടുന്ന രാത്രി കൂടിയാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നല്ല ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്യുക. ഓരോ അമലുകളും ആത്മാർത്ഥമായി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അപ്പൊ നമ്മൾ എത്രത്തോളം അമലുകൾ ചെയ്യുന്നോ, ആ അമലുകൾ 1000 മാസം നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. എല്ലാം ഫുൾ ടൈം എഴുന്നേറ്റിരുന്ന് ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു വയ്ക്കാം. പക്ഷെ നമുക്ക് വേണ്ട വിധേന അതിന്റെ ഇഖ്ലാസില്ല, അതിന്റെ വൃത്തിയില്ല, അതിന്റെ ഷർത്തുകളോ ഫർളുകളോ സുന്നത്തുകളോ പാലിക്കാതെ ഒരു വെറുതെ ഒരു അമലായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ എത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നോ, ആ ഇബാദത്ത് അത്രയും വളരെ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി, വളരെ ഭംഗിയായി, പൂർണ്ണതയോടുകൂടി അതിന്റെ ഇബാദത്തുകളെ നമ്മൾ അനുഷ്ഠിക്കുകയും അത് മാക്സിമം വർദ്ധിപ്പിക്കുകയും അതുപോലെ ദുആഇനെ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലൈലത്തുൽ ഖദർ നമുക്ക് ധന്യമായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ശ്രേഷ്ഠമായ രാവുകൾ നമ്മൾ അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞ ആ ദിവസം, അത് 27-ാം രാവാകാം, 25-ാം രാവാകാം, ഇങ്ങനെ പലതിനും സാധ്യത കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സാധ്യത 27-ാം രാവിനും കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുക. അവസാന 10 എല്ലാ ദിവസങ്ങളും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ചില രാവുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഗൗരവം കൊടുത്തുകൊണ്ട് നമ്മുടെ അമലിന്റെ റെക്കോർഡുകളിൽ, നമ്മുടെ അമലുകളുടെ തുലാസിലെ ഏറ്റവും ഭാരമുള്ള അമലുകളായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമലിനെ കൂടുതൽ കനമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അവിടെ ആ ലൈലത്തുൽ ഖദർ എത്ര ശ്രേഷ്ഠമാണ് എന്നാണ് ഖുർആനിന്റെ വചനത്തിൽ പറയുന്നത്. അതാണ് ഇന്നത്തെ ചോദ്യം. എല്ലാവരും അതിന് ഉത്തരം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.